ബെന്നിഹിൻ്റെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഭാഗമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഈ ബെന്നിഹിന് ഇങ്ങനെ തൻ്റെ പ്രസംഗത്തിന് വിളിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ വരാൻ പോകണമെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പാടാനൊക്കെ ആയിട്ട് ഒത്തിരി പ്രിപ്പയർ ചെയ്ത് വന്ന് പാടാൻ വേണ്ടി തുടങ്ങുന്നു. പക്ഷേ അയാളെ പാടി തുടങ്ങിയിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പിൽ ഒരാൾ പോലും പാടുന്നില്ല. അതായത് ഒരു ഗ്രേസും അവിടെ ഇല്ല. ഇരിക്കുന്ന ആരും പാടാനേ തയ്യാറാവുന്നില്ല. പുള്ളി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ കർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കർത്താവെ, എന്നെക്കൊണ്ട് ഇനി ഇത് പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇത് എടുക്കാൻ പറ്റുന്നില്ല, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇനി ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന്. എന്നിട്ട് പിന്നെ കാണുന്നത് ഇതാണ്, ഇദ്ദേഹം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം കാണുന്നുണ്ട് സകല ആൾക്കാരും നെടുവീർപ്പിട്ട് ഇതാ ആ പാട്ടുകൾ ഏറ്റുപാടാൻ തുടങ്ങുന്നു. എല്ലാ ആൾക്കാരും, അതായത് ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മൾ നിർത്തുന്ന സ്ഥലത്താണ് ദൈവാത്മാവ് തുടങ്ങുന്നത്. നമ്മുടെ മാനുഷികമായ ഓട്ടങ്ങളൊക്കെ അവസാനിപ്പിച്ച് നിർത്തുന്ന സ്ഥലത്ത് ലോർഡ് ഐ കനോട്ട് ഡു ദിസ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ എന്തും ആയിക്കോട്ടെ, നമ്മുടെ പ്രാരാബ്ദങ്ങളോ പ്രശ്നങ്ങളോ പഠന മേഖലകളോ അല്ല നമ്മുടെ സാമ്പത്തികം എന്തും ആയിക്കോട്ടെ, കർത്താവേ ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ ഓട്ടം അവസാനിപ്പിച്ചു, ഇനി യു ഹാവ് ടു ഹെൽപ്പ് മീ എന്ന് പറയുന്ന മൊമെൻറ്റിൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേലൊഴുകും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.